हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 16/2/2026 ഇപ്പോൾ ഇന്ത്യയിൽ രാത്രി 10 മണിയാണ്. രാഹയോദ പരിപാടിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹയോദയുടെ 4 എപ്പിസോഡുകളുള്ള ഒരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും ഖിലാഫത്ത് അഹമ്മദിയയുടെ അനുഗ്രഹങ്ങളെയും അതിൻ്റെ ബർക്കത്തുകളെയും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ രാഹയോദ പ്രോഗ്രാം ലൈവ് ആയപ്പോൾ തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് പ്രിയ പ്രേക്ഷകർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ അത് ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. നമ്മുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബ്, ബഹുമാനപ്പെട്ട നിയാസ് അഹമ്മദ് സാഹിബ് നമ്മോടൊപ്പം ഇവർ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വസിയ്യത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ 2ാം ശക്തി പ്രവാഹത്തെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള സുവാർത്ത അത് ഇന്ന് ഖിലാഫത്ത് അഹമ്മദിയുടെ രൂപത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഈ ഖിലാഫത്ത് അലാ മിൻഹാജ് നുബുവ ഖിയാമത്ത് വരെ മിഷൻ്റെ നുബുവത്തിൻ്റെ മിഷനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യവസ്ഥിതിയാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ഭയത്തെ സമാധാനത്തിൽ പരിവർത്തീകരിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയാണ്. ഞാൻ ഈ പരിപാടിയുടെ ആദ്യത്തെ ചോദ്യം അത് ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അൽ വസിയ്യത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ 2ാം ശക്തി പ്രഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ വരവിനെ ഉദ്ദേശത്തിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്, അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് ഈ കാരണത്താലാണ് മനുഷ്യനും അള്ളാഹുവും തമ്മിൽ വന്നിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള ആ ഒരു ദൂരം അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. എല്ലാ ലോകത്തിലുള്ള എല്ലാ സദ്വൃത്തരായിട്ടുള്ള ജനങ്ങൾ അവരെ ഒരു കയ്യിൽ ഒരുമിച്ച് കൂട്ടുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തൻ്റെ വരവിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം അത് 1880 മുതലാണ് തുടങ്ങിയത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ. ആദ്യത്തെ ഗ്രന്ഥം ഹദ്റത്ത് മസീഹ് ഇസ്ലാം രചിച്ചത് അത് ബറാഹിനി അഹമ്മദിയാണ്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഇസ്ലാമിൻ്റെ ശുദ്ധ ഖുർആൻ്റെ സത്യതയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യതയും അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് വിശുദ്ധ ഖുർആൻ്റെ സദാഖത്ത്, അതിൻ്റെ സത്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യത, ഈ രണ്ട് കാര്യവും അത് സംശയത്തിലായിരുന്നു.
മുസ്ലിങ്ങളും അതിനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അള്ളാഹുമായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു വിദൂരപ്പെട്ടിരിക്കുകയായിരുന്നു ജനങ്ങൾ അള്ളാഹുമായിട്ട്. ആദ്യത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് ഇല്ലാണ്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതൃകയാണ്. ആ മാതൃക സ്വീകരിച്ചാലേ അള്ളാഹുലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. 1880 മുതൽ ഈ ജോലി അവിടുന്ന് തുടങ്ങുകയുണ്ടായി. വളരെ ആവേശത്തോടെ അവിടുന്ന് ചെയ്യുകയുണ്ടായി ഈ പ്രവർത്തനങ്ങൾ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവിടുന്ന് രചിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് പേജുകൾ അവിടുന്ന് എഴുതുകയുണ്ടായി. 20,000 കത്തുകൾ അവിടുന്ന് എഴുതുകയുണ്ടായി. 80-ൽ പരം ഗ്രന്ഥങ്ങൾ അവിടുന്ന് എഴുതുകയുണ്ടായി. നിരവധി പ്രസംഗങ്ങൾ നൽകുകയുണ്ടായി. പക്ഷേ ഈ എല്ലാ പ്രവർത്തനങ്ങൾ, ഈ എല്ലാ ജോലികൾ അത് 25 വർഷം കഴിയുകയുണ്ടായി. അങ്ങനെ 1905 ഡിസംബറിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം അള്ളാഹു പറയുകയുണ്ടായി മസീഹ് ഇസ്ലാമിനോട്, നിൻ്റെ ജീവിതം ഇനി അവസാനിക്കാൻ പോവുകയാണ് എന്ന്. 74-75 വർഷം ഉള്ള നിൻ്റെ ജീവിതം ഇനി ഇപ്പോൾ കഴിയാൻ പോവുകയാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് ഈ ഒരു അൽ വസിയത്ത് എന്നുള്ള ഗ്രന്ഥം എഴുതുകയുണ്ടായി 1905. ഇതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു ഈ എല്ലാ ഇൽഹാമിനെയും വെക്കുകയുണ്ടായി, അതായത് മരണത്തെ സംബന്ധിച്ച്. എന്നിട്ട് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ 2 ശക്തി പ്രഭാവങ്ങളുണ്ട്. ഒന്ന് ആദ്യത്തെ ശക്തി പ്രഭാവം, അത് പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. രണ്ടാമത്തെ ശക്തി പ്രഭാവം, അതായത് ഖുലഫാക്കളുടെ കാലഘട്ടം. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. കുദ്റത്ത് അല്ലെങ്കിൽ ശക്തി എന്നുള്ളത് അള്ളാഹു തൻ്റെ ശക്തിയാൽ അവനുണ്ട് എന്നുള്ളതിന് അവൻ തെളിവ് നൽകുന്നു. കുദ്റത്തെ സാനിയ എന്ന രണ്ടാമത്തെ ശക്തി പ്രഭാവം എന്നാൽ ഖിലാഫത്താണ്. തൻ്റെ ഒരു കവിതയിൽ പറയുന്നു, അള്ളാഹു സ്വന്തം കാണാൻ അള്ളാഹുവിനെ സാധ്യമല്ല. പക്ഷേ അള്ളാഹു എങ്ങനെയാണ് അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ് നൽകുന്നത്? അവൻ കുദ്റത്ത് കാണിച്ചുകൊണ്ട്, ശക്തി കാണിച്ചുകൊണ്ടാണ്, അവൻ്റെ പ്രവാചകന്മാരുടെ മുഖാന്തരം. അത് ഒന്നാമത്തെ ശക്തി പ്രഭാവമാണ്. പിന്നെ ഖിലാഫത്ത്, ആ അള്ളാഹുവിൻ്റെ മുഖം കാണുക എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് എന്ന് അവിടുന്ന് തൻ്റെ ഒരു കവിതയിൽ പറയുന്നു. അള്ളാഹുവിൻ്റെ മുഖം എങ്ങനെയാണ് മനുഷ്യന് ദർശിക്കാൻ സാധ്യമാവുക? ഈ 2 ശക്തി പ്രഭാവത്തിലൂടെ തന്നെയാണ്. ഉദൂത്തൻസ് പറയുകയുണ്ടായി, നിങ്ങൾ മൂസാ അലൈഹി ഇസ്ലാം മുആബ് എന്നുള്ള സ്ഥലത്തിൽ മരണപ്പെടുകയുണ്ടായി. ആ ഒരു സമൂഹത്തെ നോക്കാൻ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അള്ളാഹു യശൂ ബിൻ നൂനെ നിയുക്തനാക്കിയുണ്ടായി ആദ്യത്തെ ഖലീഫയായിക്കൊണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ മനസ്സ് തോന്നും, ഇസ്ലാമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഇസ്ലാം അവസാനിക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷേ അള്ളാഹു ഖിലാഫത്ത് കൊണ്ടുവന്ന് സഹായിക്കുകയുണ്ടായി. ഹുദൂത്ത് ഇബ്നു പറയുന്നു, എന്നെ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. മനുഷ്യരുമായുള്ള ബന്ധം അത് നിലനാട്ടുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ജീവിതകാലം കൊണ്ട് പൂർത്തിയാക്കാൻ സാധ്യമാവുന്ന കാര്യമല്ല. 74-75 വർഷം അത് മസീഹ് ഇസ്ലാം അത് അവസാനിക്കുന്നതാണ് മസീഹ് ജീവിതം. പക്ഷേ 2ാം ശക്തി പ്രഭാവം അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അവസാനിക്കുകയില്ല. അത് ഖിയാമത്ത് വരെയുണ്ട്. ആ ഒരു ഉദ്ദേശം, അള്ളാഹു എന്നെ അയച്ചിട്ടുള്ള ഒരു ഉദ്ദേശം, വിശുദ്ധ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും വെളിപ്പെടുത്തുക, അതുപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധം മനുഷ്യനുണ്ടാക്കി കൊടുക്കുക, അത് ഈ ഒരു 2ാം ശക്തി പ്രഭാവം ഖിയാമത്ത് വരെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു അടിസ്ഥാനമാണ് ജമാഅത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു നിബന്ധന വെച്ചിരിക്കുകയുണ്ടായി, ഖിലാഫത്തുമായിട്ട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കണം. ഈ ഒരു സിൽസില, ഈ ഒരു പ്രസ്ഥാനം അത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിനനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലമെടുക്കാൻ സാധ്യമുള്ളൂ. നിങ്ങൾ നോക്കുക, പറയുകയുണ്ടായി, ഖിലാഫത്ത് അത് എന്താണെന്നാൽ അതും ഒരു ഖലീഫ വരുന്നു, അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു, 2ാമത്തെ ഖലീഫ വരുന്നു, 3ാമത്തെ ഖലീഫ, 4ാമത്തെ ഖലീഫ വരുന്നു. പക്ഷേ ഈ ഒരു ഖിലാഫത്തിൻ്റെ വ്യവസ്ഥിതി എല്ലാ കാലം ഉണ്ടാകുന്നതാണ്. പക്ഷേ നിങ്ങൾ അതുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. അത് 1ാം ശക്തിപ്രഭാവമായാലും 2ാം ശക്തിപ്രഭാവമായാലും ഇത് അള്ളാഹുവിൻ്റെ മാർഗമാണ്.
അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗമാണ്. ഇതിനോടൊപ്പം ഒട്ടിച്ചേർന്നുകൊണ്ട് മനുഷ്യൻ അള്ളാഹുമായിട്ട് ബന്ധം അവന് സാധിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ നിബന്ധന എന്നുള്ളത് അനുസരണയാണ്. ആ എല്ലാ അധ്യാപനങ്ങളിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. ഒന്നാം ശക്തിപ്രഭാവം പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ അധ്യാപനങ്ങളും അതിൽ അനുസരിക്കുക. അങ്ങനെ രണ്ടാം ശക്തിപ്രഭാവം പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ അതിനെ പ്രവർത്തിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ ഗ്രന്ഥം എഴുതിയപ്പോൾ രണ്ട് അടിസ്ഥാന കാര്യമുണ്ട്. ഒന്ന് ഖിലാഫത്തിൻ്റെ വ്യവസ്ഥിതി, അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ടൊരു വ്യവസ്ഥിതി അൽ വസിയത്തിനെ സംബന്ധിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജമാഅത്തിൻ്റെ വലിയൊരു ലീഡർ എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു വ്യക്തി പിന്നെ ജമാഅത്തിന് പുറത്തുപോയി. അദ്ദേഹം ഈ ഗ്രന്ഥം വായിച്ചപ്പോൾ പറയുകയുണ്ടായി, അവ മിർസ, നീ ഈ അടിസ്ഥാനപരമായിട്ട് നീ ഇതിൻ്റെ വേര് നീ വളർത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് അദ്ദേഹം മനസ്സിലാക്കിയുണ്ടായി, ഒന്നാമത്തെ കാര്യം ഇത് ഖിലാഫത്ത് എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനമാണ്. രണ്ടാമത്തെ സാമ്പത്തിക വ്യവസ്ഥിതി നൽകുകയുണ്ടായി. ഈ രണ്ട് കാര്യവും ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഭൗതികമായിട്ട് ചിന്തിച്ചപ്പോൾ ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഇതിന് ഒരു നഷ്ടവും ഒരു വിധത്തിലുള്ള നാശവും ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയുണ്ടായി. അപ്പോൾ ഖുദ്റത്ത് എന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ ശക്തി പ്രഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകനാണ്. രണ്ടാമത്തെ ശക്തി പ്രഭാവം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഖുലഫാക്കളാണ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ഈ രണ്ട് ശക്തി പ്രഭാവത്താലും അള്ളാഹു കാണിക്കുന്നു. അള്ളാഹു അവൻ്റെ അസ്തിത്വത്തെ പ്രകടമാക്കുന്നത് ഈ രണ്ട് ശക്തി പ്രഭാവത്തിലൂടെയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ജമാഅത്ത് അഹമ്മദിയക്ക് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ മതങ്ങളും മറ്റെല്ലാ കക്ഷികളും അവർക്ക് ഒന്നാം ശക്തി പ്രഭാവമില്ല, രണ്ടാമത്തെ ശക്തി പ്രഭാവമില്ല. അപ്പോൾ എങ്ങനെയാണ് അവർ അടയാളം കാണിക്കുക? ഒരിക്കലും എല്ലാ മനുഷ്യർക്കും ഇങ്ങനത്തെ അടയാളങ്ങൾ കാണിക്കാൻ സാധ്യമല്ലല്ലോ ഒരിക്കലും. ഈ മുസ്ലിങ്ങൾ പല ഇതിൽ ആക്ഷേപം ഉന്നയിക്കുന്നു, പക്ഷെ അവർ ചിന്തിക്കുന്നില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് അടയാളം കാണിക്കാൻ സാധ്യമാവുക? നിങ്ങളുടെ കയ്യിൽ അടയാളം കാണിക്കുന്നവനില്ലെങ്കിൽ, അങ്ങനെയുള്ള ഖുദ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇസ്ലാമിൻ്റെ സത്യത്തെ വെളിപ്പെടുത്താൻ സാധ്യമാവുക? എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം നിയാസ് അഹമ്മദ് സാഹിബിനോടാണ്. ഖിലാഫത്തിൻ്റെ അഹമ്മദിയ അതെങ്ങനെയാണ് അഹമ്മദ് ജമാഅത്തിനെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്? ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാലോ. ജസാക്കുമുല്ലാഹ് ജസാ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് വാതസിമു ബിഹബിലില്ലാഹി ജമിഅൻ വലാ തഫറഖു എന്നാണ്. വാതസിമു ബിഹബിലില്ലാഹി ജമീല, അതായത് എല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വലാ തനാസു ഫതഫ്ശലു വതസ്ഹബു ബാരിക്കും. വലാ തനാസു, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, കലഹിക്കരുത്. ഫതഫ്ശലു, അപ്പം നിങ്ങൾ ദുർബലരായിത്തീരുന്നതാണ്. വതസ്ബരിക്കും, നിങ്ങളുടെ പ്രഭാവം ഇല്ലാതായിത്തീരും. മുസ്ലിങ്ങൾ ഈ അധ്യാപനത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ മുറുകെ പിടിച്ചു, വിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചു. അങ്ങനെ ചെയ്തിടത്തോളം അവർക്ക് എപ്പോഴും വിജയം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു വലിയൊരു മതിലായിത്തീരുന്നു. എല്ലാ മേഖലയിലും അള്ളാഹു അവർക്ക് വിജയം നൽകുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവചനം നൽകുകയുണ്ടായി. ഹദീസിന് നമുക്കത് കാണാൻ സാധിക്കും. ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ഒരു കാലഘട്ടം വരും, അവരിൽ പലതരത്തിലുള്ള അധപ്പതം മുസ്ലിങ്ങളിൽ സംഭവിക്കുന്നതായിരിക്കും. ഹദീസിൽ വന്നിരിക്കുന്നത് അവർ 73 കക്ഷികളായി പിരിയുന്നതാണ്. അത്രത്തോളം കക്ഷി പ്രതികൾ. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാം അതിൻ്റെ ഭിന്നതയ്ക്ക് ഇരയായിത്തീരുമ്പോൾ, 73 കക്ഷികളായിത്തീരുമ്പോൾ മറ്റു അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് സംബന്ധമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ ഭിന്നിപ്പ് ഇല്ലാതായിത്തീരുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ളത് ഒരു പേർഷ്യൻ വംശജനായ ഒരാൾ എഴുന്നേൽക്കുമെന്നാണ്. അദ്ദേഹം സുരയ്യ നക്ഷത്രത്തിൽ നിന്ന് ഈ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖിലാഫത്ത് അലാമിനൊപ്പത്ത് സ്ഥാപിതമായത്.
അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് ഒരു കയ്യിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് നമുക്കിതിനെ കാണാൻ സാധിക്കും. അതായത് ഖിലാഫത്ത് അലാ മിൻഹാജ് നുബുവൻ്റെ സംസ്ഥാപനമാണത്. ഈ നിസാമിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അത് മുസ്ലിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന ഒരു സംവിധാനമാണത്. അതുകൊണ്ടാണ് അവർ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾ. എന്നാൽ അള്ളാഹു ഇക്മാൽ പറഞ്ഞതുപോലെ താ ഖിലാഫത്തുൽ ബിനിയ ദുനിയ മുസ്തുവാർ ലാ കൈസ ഢൂൻകർ അസ്ലാക ഖൽബോജികർ. എന്നാൽ അവർക്കത് സ്ഥാപിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഖിലാഫത്ത് ഖലീഫ ഞാൻ തന്നെ എഴുന്നേൽപ്പിക്കുമെന്നാണ്. എന്തൊക്കെ ശ്രമങ്ങൾ നടന്നു, പക്ഷേ ISS അതിൻ്റെ താലിബാൻ ബഗ്ദാദി അയാളും ഖലീഫയാണെന്ന് വിളംബരപ്പെടുത്തുകയാണ്. എന്നാൽ അയാളുടെ അവസ്ഥ എന്താ, പരിവസനം എന്തായാലും മുസ്ലിങ്ങൾക്ക് ഖിലാഫത്ത് അലാ മിൻഹാജ് നുബ അത് ഖിയാമത്തിന് മുമ്പായി തീർച്ചയായും സ്ഥാപിക്കപ്പെടുന്നതായിരിക്കും. അതേസമയം അവർ വിശ്വസിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രാതിനിധ്യത്തിൽ ഖിലാഫത്തിന് മുമ്പ് നുബൂവത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. ഹദീസിൻ്റെ വാക്കുകളാണ് തക്കൂനു നുബൂവത്തു ഫീക്കും മാഷാ അല്ലാഹു തക്കൂനു തുമ്മ യർഫു അല്ലാഹു തആല. അതിൽ ഉസൈഫിൻ്റെ ഒരു വലിയൊരു ഹദീസാണ്. അതിൽ മുൽക്കുൽ ജബ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഹദീസിൻ്റെ പദം സുമ്മ തക്കൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബൂവത്തിൻ്റെ ചിന്താസരണിയിലുള്ള ഒരു ഖിലാഫത്തായിരിക്കും. അപ്പോൾ ഖിലാഫത്ത് എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുക, ഏതാണ് അടിസ്ഥാനപരമായ കാര്യമാണിത്. ഖിലാഫത്തിന് മുമ്പ് നുബൂവത്ത് ഉണ്ടാകും എന്നുള്ളത്. ആ നുബൂവത്ത് എന്താണ്, അത് ഞാൻ ഇവിടെ അതിൻ്റെ വിശദീകരണം നമ്മൾ അത് ആ നുബൂവത്ത് എന്ന് പറയുന്നത് സില്ലി നുബൂവത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിന്തുടർന്നുകൊണ്ട് ഫനാഫിൽ റസൂലായിക്കൊണ്ട് വരുന്ന നുബൂവത്താണ്. മസീമോദിനെ ലഭിച്ച നുബൂവത്താണ്. നാം വിശ്വസിക്കുന്നത് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫനാഫിൽ റസൂൽ ആക്കിക്കൊണ്ട് നബി ആക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശേഷം ഖിലാഫത്ത് സ്ഥാപിക്കുകയുണ്ടായി. അതിന് നമ്മൾ കുദറത്ത് സാനിയ എന്നാണ് പറയുന്നത്. അത് തുടങ്ങിയത് 1908 മെയ് 27 ആരംഭിച്ചത്. ഇപ്പോൾ മുഴു ലോകത്തുമായി ജമാഅത്ത് അഹമ്മദിയിൽ മാത്രമേ ഖിലാഫത്ത് ഒരു വാജിബുൽ ഇത്താഅത്തുള്ള ഒരു ഇമാമുള്ള ഖിലാഫത്തുള്ളൂ. നമ്മുടെ മുഹമ്മദ് കോസർ സാഹിബ് ജാമ്യയിൽ നമുക്കിപ്പോൾ ഉദാഹരണം നൽകാറുണ്ടായിരുന്നു. നോക്കൂ, നമസ്കാരം ജമാഅത്തെ നമസ്കാരം എന്നാൽ എന്താണ്? അതായത് ഒരു ഇമാമ് മുന്നിൽ നിൽക്കും, മമ്മുവിങ്ങൾ പിന്നിൽ നിൽക്കും. മൗലവി സാഹിബ് ഉദാഹരണം 500 ആളുണ്ടെങ്കിലും 500 ആളിൽ നിന്ന് 499 ആൾക്കാരും അവർ പിന്നിലായിരിക്കും. എന്നാൽ ഇമാമില്ലെങ്കിൽ, മുന്നിൽ ഇമാമില്ലെങ്കിൽ അവരുടെ നമസ്കാരം ജമാഅത്തെ നമസ്കാരമായി തീരുന്നില്ല. എന്നാൽ 5 ആൾക്കാരുണ്ടെങ്കിൽ, ഒരു ഇമാമുണ്ടെങ്കിൽ പോലും 4 ആൾക്കാർ പിന്നിലുണ്ടെങ്കിൽ അവരുടെ നമസ്കാരം ജമാഅത്തോടുള്ള നമസ്കാരമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് യദുല്ലാഹ മാൽ ജമാ, യദുല്ലാഹി ഫഖുൽ ജമാ. അള്ളാഹുവിൻ്റെ കരങ്ങൾ, അള്ളാഹുവിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് അത് ജമാഅത്തിനോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവ്വത്ത് കാരണത്താൽ ജമാഅത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സഹായവും പിന്തുണയും ലഭിക്കുന്നുണ്ട്. ജമാഅത്ത് ഖിലാഫത്ത് കാരണം സാഹോദര്യത്തിലും സ്നേഹത്തിലും അതിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെയും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് എല്ലാ ജൽസകളിലും, ജമാഅത്തിൻ്റെ ആഗോള ജൽസകളിൽ, പ്രത്യേകിച്ച് UK ജൽസകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ ജാതി വർണ്ണങ്ങളിലുള്ള ആളുകൾ എങ്ങനെയാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾക്ക് അവർ ആലിംഗനം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അത് കാരണമാണ് ഇന്ന് ജമാഅത്ത് ഒരു മർക്കസിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നു ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിൻത ലഹും വലകുൻത ഫസ്സൻ ഗലീസൽ ഖൽബി ലഫസ്സു മിൻ ഹൗലി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അരുൾ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരണത്താൽ അന്ന് വളരെ മൃദു സ്വഭാവിയായിരിക്കുന്നു. വലകുൻത ഫസ്സൻ ഗലീസൽ ഖൽബ്, താങ്കൾ വളരെ കർശന സ്വഭാവമുള്ളവരാണെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള സഹാബാക്കൾ ചിന്നിച്ചിത്തിരി പോകുമായിരുന്നു. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ
നബിയെ സംബന്ധിച്ച ആ സ്നേഹം അത് സഹാബാക്കളുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിച്ചത്. ഇന്ന് മുസ്ലിം പറഞ്ഞതുപോലെ കുതിർത്ത സാനയുടെ പ്രതീകങ്ങൾ അവരോടും അള്ളാഹുവിൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണ്. അതായത് കുതിർത്ത സാനിയുടെ 5ാം പ്രതീകമായ അസർ ഖലീഫത്തുൽ മസീഹ് ഹാമിദ് ബിൻ അസീസ് നോക്കുക. ഇസ്ലാമാബാദിൽ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഈ അടുത്ത് ദിസ് വീക്ക് ഹുസൂറിൽ ഈയിടെണ്ടായ ഒരു പരിപാടിയിൽ ഹുസൂറിനോട് ജമാഅത്തിലെ ഒരു അംഗം ഓൺലൈൻ മുലാഖത്തിൽ ചോദിക്കുകയാണെങ്കിൽ, ഹുസൂർ ഇന്ന് ഭൗതിക ലോകമാണ്, ഇന്ന് യുവാക്കൾ ഒരുപാട് ആളുകൾ അങ്ങേ കാണാൻ വേണ്ടി വരുന്നു. ഹുസൂർ പറയുകയുണ്ടായി, അതെ തീർച്ചയായും. ഇതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ജർമ്മനിയിൽ നിന്ന് 104 ആളുകൾ പറഞ്ഞിരുന്നു, അതുപോലെ നോർവേയിൽ നിന്ന് 51 ആൾക്കാർ വന്നിരുന്നു, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് അള്ളാഹുവിൻ്റെ കുദ്റത്താണ്. അത് അള്ളാഹുവിൻ്റെ ഖലീഫ മുത്തക്കി, അള്ളാഹു ആ മുത്തക്കിക്ക് ഒരുതരം കാന്തിക പ്രഭാവം, ഒരാകർഷണ ശക്തി അള്ളാഹു അവർക്ക് നൽകുന്നു. അങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി അതിലേക്ക് പാഞ്ഞു വരുന്നു. ഇത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സത്യതയ്ക്കുള്ള ഒരു വലിയ തെളിവാണ്. ഖിലാഫത്ത് അലാ മൻഹാജുൻ നുബുവത്തിൻ്റെ സത്യതയ്ക്കുള്ള ഒരു വലിയ തെളിവാണിത്. होती न रोशन शमर ജബാ ക്യൂ ഇതിനൊക്കെ പർവാന, അതായത് ഈ പർവാനകൾ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്ത് ഒരു വലിയ എല്ലാ നിലയിലും ജമാഅത്ത് സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ഇന്ന് ലോകത്ത് പല ഫസാദുകളും അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അവരുടെ ഭിന്നിപ്പാണ്, അവരുടെ കക്ഷികളായി പിരിഞ്ഞതാണ്. എന്നാൽ ജമാഅത്തിൽ അത് ഫിൽട്ടറായിട്ടാണ് ജമാഅത്തിൻ്റെ അഭിപ്രായങ്ങൾ ഹുസൂറിൽ നിന്ന് തീരുമാനിച്ചു നിന്ന് വരുന്നത്. പല നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഹുസൂറിന് മനസ്സിൽ നിന്ന് വരുന്നു. അത് പിന്നീട് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണിത്. അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഖലീഫത്തുൽ മസീഹിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അസ്തിത്വം കാരണത്താലാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം കാലത്തിൻ്റെ ഖലീഫയുടെ ആത്മാർത്ഥരായി തീരാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പല ചോദ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചോദ്യം വിനീതൻ ഈ പ്രോഗ്രാമിൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ടി കെ സിദ്ദീഖ് സാഹിബ് മലയാളം ഭാഷയിൽ ഒരു ചോദ്യം ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ ടീം അതിൻ്റെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കേൾപ്പിക്കുകയാണ്. ടി കെ സിദ്ദീഖ് സാഹിബിൻ്റെ ചോദ്യം ഇതാണ്: ഖിലാഫത്ത് അഹമ്മദിയ ലോകാവസാനമാനം ഉണ്ടാകുമോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം മുജദ്ദിദീങ്ങൾ അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നോ? മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷം മസീഹ് ഇസ്ലാമിന് ശേഷം വെറും ഖിലാഫത്ത് മാത്രം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യവസ്ഥിതിയെ വളരെ ശക്തമായിട്ടുള്ള വ്യവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടേ? വളരെ ചുരുക്കത്തിൽ ഇതിന് ഉത്തരം നൽകിയാലും, ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പല അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറയുകയുണ്ടായി നബുവത്ത്, എൻ്റെ നബുവത്ത്, അതിനെ സംബന്ധിച്ച് പറയുന്നു. എൻ്റെ നബുവത്ത് അള്ളാഹു ആഗ്രഹിക്കുന്ന സമയം വരെ അതുണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം എൻ്റെ ജീവിതം അത് അവസാനിക്കുന്നതാണ്. സുമ്മത്തക്കുനു ഖിലാഫത്ത്, അതിനുശേഷം ഖിലാഫത്തിൻ്റെ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. അതും അതിൻ്റെ ഒരു പ്രായം കഴിയുമ്പോൾ അത് അവസാനിക്കുന്നതാണ്. ഇത് ഒരു താക്കീത് ചെയ്ത് കൊണ്ടുള്ളൊരു പ്രവചനമാണ്. അത് മുസ്ലിങ്ങൾ അതിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ അത് നീണ്ടുപോകുമായിരുന്നു. പിന്നെ പറയേണ്ട അതിനുശേഷം കഠിനമായിട്ടുള്ള രാജാക്കന്മാർ വരുന്നതായിരിക്കും. അവസാന കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി സുമ്മത്തക്കൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ. ഹുസൂർ തിരുമേനി പറയുന്നു, ഈ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹുസൂർ ഖിലാഫത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അത് നുബുവത്ത് വരുമെന്നല്ല പറഞ്ഞത്. സുമ്മത്തക്കൂനു ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവ, അതായത് ആദ്യം നുബുവത്തുണ്ടാകും, ഇമാം മഹദി മസീഹ് മൗഊദ് എൻ്റെ രണ്ടാം വരവ്, അത് നബി ആയിരിക്കും അദ്ദേഹം.
എനിക്ക് ശേഷം ഖിലാഫത്ത് തുടങ്ങിയതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശേഷം ഖിലാഫത്ത് ഉണ്ടാകുന്നതാണ്. നുബുവത്തിൻ്റെ മാതൃകയിൽ ഹദീസിലുള്ള വാക്കുകളാണ്. സുമ്മ സക്കത്ത, അതിനുശേഷം അവിടുന്ന് പിന്നെ സംസാരിച്ചില്ല, ഇവിടെ കാര്യം അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ലോകത്തിൻ്റെ ആ ഒരു പ്രായം ആദ്യം ഒരു ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവസാനിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ശേഷവും അതിൻ്റെ വിശദീകരണം പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുജദ്ദീങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹം ചോദ്യം ചോദിച്ചിരിക്കുന്നു. കാര്യം ഇതാണ്, ഇസ്ലാം ചില നിബന്ധന പറഞ്ഞു, ചില നിർബന്ധപരമായിട്ട് അള്ളാഹു നൽകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അതിൻ്റെ മുതബാദിലായിട്ടും പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ തൽസ്ഥാനത്ത് മറ്റൊരു വസ്തുക്കളെ. ഉദാഹരണത്തിന് വുളു വെള്ളമുണ്ടെങ്കിൽ വുളു തന്നെ എടുക്കണം. പക്ഷെ വെള്ളമില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ മുതബാദിലായിക്കൊണ്ട് തൻ്റെ തൽസ്ഥാനത്ത് തയമ്മുമുണ്ട്. പക്ഷെ അത് അസലല്ല, യഥാർത്ഥമല്ല. അസലായിട്ടുള്ളത്, യഥാർത്ഥമായിട്ടുള്ളത് വുളുവാണ്, വെള്ളം കൊണ്ടുള്ളത്. ഖിലാഫത്ത് എന്നുള്ളത് അസലാണ്, അതാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്, ലയസ്തഖ്ലിഫന്നഹും. ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് അതിൻ്റെ അസലായിട്ടുള്ളത്. മുസ്ലിങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ കാരണം, അവരുടെ ദുസ്വഭാവങ്ങൾ കാരണം, ദൂഷ്യങ്ങൾ കാരണം അള്ളാഹു അത് എടുത്തു കളയുകയുണ്ടായി. ഇന്നല്ലാഹ യബഅസു അല റഅസി കുല്ല മിയാത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ എന്നുള്ള ഒരു വാഗ്ദാനം പൂർത്തിയാക്കുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു മുജദ്ദിദീങ്ങളുടെ ശൃംഖല അത് അഴക്കുകയുണ്ടായി. അത് തയമ്മും എന്നുള്ള രീതിയിലാണ്. അസൽ എന്നുള്ളത് ഖിലാഫത്താണ്. അതിൻ്റെ തൽസ്ഥാനത്ത് നൽകിയിട്ടുള്ള കാര്യമായിരുന്നു മുജദ്ദിദീങ്ങളുടെ ശൃംഖല. അൽ വസിയത്തിൽ അത് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്ത് അലാ മിൻഹാജ് നബുവ്വത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ എന്താണ് ദൗത്യം? നമ്മുടെ കടമ ഇതാണ്, നാം ഇതുമായിട്ട് ഒട്ടി പിടിച്ച് നിൽക്കുക, ബന്ധപ്പെട്ട് നിൽക്കുക. അപ്പോൾ മുജദ്ദിങ്ങളുടെ വ്യവസ്ഥിതി എന്നുള്ളത് ഖിലാഫത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും മുജദ്ദിങ്ങളുടെ വ്യവസ്ഥിതി ഉണ്ടാകുക. അപ്പോൾ ഇന്നിപ്പോൾ ഖിലാഫത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് മുജദ്ദിങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ഹദീസുകളിൽ നിന്നെല്ലാം ഇതാണ് വ്യക്തമാവുന്നത്. ജസാ. പ്രേക്ഷകരെ, മറ്റൊരു സവാൽ ചോദ്യം കൂടി ഉണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഡൽഹിയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മുക്കറം അജ്മൽ ഖാൻ സാഹിബ് ചോദിക്കുന്നു, എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഹുക്കുമത്തെ ഇല്ലാഹി അത് ജമാഅത്ത് അഹമ്മദിയയുടെ കാഴ്ചപ്പാടിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? നിയാസ് സാഹിബിനോട് എൻ്റെ ചോദ്യം ചുരുങ്ങിയ രീതിയിൽ പ്രതിപാദിച്ചാലും. ജസാക്കുമുള്ള. ഞാൻ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് നിസാമെ ഇലാഹിയ, നിസാമെ ഹുക്കും. അത് ജമാഅത്ത് അഹമ്മദിയുടെ വിശ്വാസം എന്ന് പറയുന്നത് നുബുവത്ത് ആദ്യം വരുമെന്നാളാണ്. അവർ ഈ നുബുവത്തിനെ അംഗീകരിക്കുന്നില്ല. അവർ ജില്ലി നുബുവത്ത്, ബുറൂസിൻ നുബുവത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. അടിസ്ഥാനപരമായ വ്യത്യാസം നമ്മൾ നുബുവത്തിൽ വിശ്വസിക്കുന്നു, അവർ നുബുവത്തിൽ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ വ്യത്യാസം അവർ പറയുന്നത് നൗസുബില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോഴും പിന്നെ അവിടുന്ന് മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് വാളെടുത്തുകയുണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം അതിൻ്റെ സന്ദേശം മുഖേനയാണ് അത് പ്രചരിച്ചത്. അതുപോലെ തന്നെ രക്തദാഹിയായ ഒരു മഹദിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എൻ്റെ മുൽക്ക് അവിടുന്ന് പറയുന്നു, അത് ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചുവടുകളെ പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ രാജാവല്ല. അദ്ദേഹത്തെ പോലെ തന്നെ നമ്മളെ ഹൃദയത്തെ കീഴടക്കാനാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്, ഹൃദയത്തെ കീഴടക്കുക എന്നുള്ളത്. അത് ഖലീഫത്ത് ഖാമിസ് ബിൻ അസീസ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണുകയായിരുന്നു. അതിൽ ഉസൂർ പറയുന്നു, ഗാംബിയയിലുള്ള ആളോട് ഉസൂർ പറയുകയായിരുന്നു, അത് മുസ്ലിം തലാൻഹു പറയുകയാണെങ്കിൽ ഗാംബിയയിലൂടെ
ഗാംബിയോ അല്ല അയർലൻഡ് ലഭിക്കാൻ അവിടെ നമ്മുടെ ഭരണം അവിടെ സമയം അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലുള്ള ഭരണമാണ് നടത്തുന്നത്. ഏതായാലും ജമാഅത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് വേറെയാണ്, റിലീജിയൻ വേറെ ആയിരിക്കും. അതിൽ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അത് റിലീജിയൻ്റെ ഹെഡ് എന്ന് റിലീജിയൻ്റെ ഹെഡിൽ നിന്ന് അഭിപ്രായം ചോദിക്കാവുന്നതാണ്. ഇതാണ് ഇതിനെ ചുരുങ്ങിയതിൽ പറയാനുള്ളത്. ജസാക്കുമുല്ലാ. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബിനോടാണ്. വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ അൽ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഖലീഫത്തുൽ മസീനെ എന്തുകൊണ്ട് പിന്തുടരണം അല്ലെങ്കിൽ അനുസരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് പറഞ്ഞു തന്നാലും, ഖലീഫത്തുൽ മസീനെ അനുസരിക്കാനുള്ള അനിവാര്യ ഇത് കാരണമാണ് അള്ളാഹു നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക, അതുപോലെ തന്നെ ഭരണാധികാരികളെ അനുസരിക്കുക. ഉലിൽ അംരിനെ സംബന്ധിച്ച് വളരെ വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വ്യക്തമായിട്ടുള്ള കാര്യം ഇതാണ്, അള്ളാഹുവിൻ്റെ അനുസരണയും പ്രവാചകൻ്റെ അനുസരണയും. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നാമത്തെ ശക്തിപ്രഭാവം എന്നുള്ളത് അത് റസൂലാണ്. അതിനുശേഷം രണ്ടാമത്തെ ശക്തിപ്രഭാവം എന്നുള്ളത് അത് ഖിലാഫത്താണ്. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നായിബായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൽസ്ഥാനത്ത് വരുന്ന രണ്ടാമത്തെ ശക്തിപ്രഭാവം ഖലീഫ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കുക. അദ്ദേഹത്തെ അനുസരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും വിജയം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചതിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, മൻ യുത്തി അൽ അമീറ, ആരാണ് അമീറിനെ നേതാവിനെ അനുസരിക്കുന്നത്, അവൻ ഫഖദ് അതാനി, അവൻ എന്നെ അനുസരിച്ചിരിക്കുന്നു. വമൻ യഹ്സില അമീറ, ആരാണോ അമീറിനെ ധിക്കരിക്കുന്നത് അവൻ എന്നെ ധിക്കരിക്കുന്നു. അപ്പോൾ ഖലീഫത്തുൽ മസീനെ അനുസരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമുള്ള കാര്യമാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഖലീഫത്തുൽ മസീൻ്റെ അനുസരണം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് ആത്മീയ ബന്ധമാണ് ഖലീഫയുമായിട്ട്. രണ്ടാമത്തത്, ഖലീഫത്തുൽ മസീൻ്റെ അനുസരണം അത് മനുഷ്യന് ആത്മീയ ജീവിതം നൽകുന്നു അവന്. ഇത് അള്ളാഹുവാണ് പറഞ്ഞിരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അതായത് അല്ലയോ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലും നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ലബ്ബേക്ക് പറയുക, അതിന് ഉത്തരം നൽകുക. അദ്ദേഹം നിങ്ങൾക്ക് ജീവിതം നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന്. അപ്പോൾ അതിന് നിങ്ങൾ ഉത്തരം നൽകുക എന്ന്. അപ്പോൾ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ ജീവൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വളരെ ബഹുമാനത്തോടെ ഞാനൊരു കാര്യം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീൽ ഖാമിസ് നസ്റുല്ലാഹി നസ്റൻ അസീസ ഖുതുബകൾ നൽകുന്നു. ഈ ഖുതുബകളിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളുണ്ട്, മൽഫുസാത്തുകളുണ്ട്. പല സമയത്തും മസ്ജിദ് മുബാറക്കിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കേൾക്കുന്നു. നമ്മുടെ മനസ്സിൽ ഈ ചിത്രം വരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ആ ഒരു ഉദ്ധരണികൾ അല്ലെങ്കിൽ ആ വാക്കുകൾ പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ ഖലീഫയാണത് വായിച്ചു കേൾപ്പിക്കുന്നത്. ഒരു ആനന്ദം ഹൃദയത്തിൽ വരുന്നു. ആ വാക്കുകൾ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞ ആ വാക്കുകൾ അത് അള്ളാഹുവിൻ്റെ ഖലീഫ വീണ്ടും അത് നമുക്ക് കേൾപ്പിച്ചിരിക്കുകയാണ്. അതായത് ഹുസൂർ തിരുമേനി തന്നെയാണ്, മസീഹ് മൗഊദ് ഇസ്ലാം തന്നെയാണ് നമ്മോട് പറയുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ഇതാണ് ജീവൻ. ഇതാണ് അതിലുള്ള സന്ദേശം. കഴിഞ്ഞ ഖുത്ബയിൽ സത്യസന്ധതയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഇത്ര സത്യസന്ധത ഇന്ന് ലോകത്ത് അവസാനിച്ചിരിക്കുകയാണ്. ലോകത്ത് സത്യസന്ധതയില്ല ഇന്ന്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ഹുസൂർ തിരുമേനി ആ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. എത്ര വലിയ നിയമത്താണ് നമുക്ക്. അപ്പോൾ ഇന്ന് നാം അനുസരണ എന്ന് പറയുമ്പോൾ
വളരെ ശ്രദ്ധയോടെ ആ ഖുത്ബകൾ കേൾക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ ഒരു വാക്കുകളും കേട്ടിരുന്നു. ആ പ്രസംഗത്തിൽ എല്ലാ ഒരു വാക്കുകളും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് മറ്റവരോട് പറയുമായിരുന്നു, ഇത് തന്നെയല്ലേ ഹുസൂർ പറയുന്നത്. മറ്റവരോടും അത് കേട്ടവരോട് വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒരു ആനന്ദം അവർ കരസ്ഥമാക്കുന്നു. ചില ആൾക്കാരുടെ ഉള്ളിൽ മുനാഫിക്കത്തുണ്ടായിരുന്നു. ചില റിവായത്തിൽ വരുന്നു ഹുദൂർ തിരുമേനിയുടെ സമയത്ത് അങ്ങനത്തെ മുനാഫിങ്ങളും ചില ആദ്യത്തെ സഫിലുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അള്ളാഹുവേ, ഇത് അള്ളാഹുവിൻ്റെ ഖലീഫയുടെ കലാമാണ്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അത് നീ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് ദുആ ചെയ്യണം. നമുക്കതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീഖ് നൽകാൻ വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് അനുസരണയെന്ന് നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. അന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ കേൾക്കണം, അതേപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുകയും വേണം. ഉദാഹരണത്തിന് ഹുദൂർ തിരുമേനി മുലബുകളോട് പ്രസംഗിക്കുകയുണ്ടായി, ഖുത്ബ നൽകുകയുണ്ടായി. ഹുദൂർ തിരുമേനി രണ്ടാമത് പറയുകയുണ്ടായി, തസ്ബീഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളതിൽ ശ്രദ്ധിക്കുക എന്ന് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ എന്താണോ വന്നിട്ടുള്ള ബലഹീനത അതിലേക്ക് വീണ്ടും ഹുദൂർ തിരുമേനി ശ്രദ്ധ തിരിക്കുന്നു. ജമാഅത്തിൻ്റെ നിങ്ങളുടെ ആത്മീയ നിലവാരം അത് പുരോഗതി പ്രാപിക്കാത്തത് ഈ കുറവുകൾ കാരണം കൊണ്ടാണ്. ഇതിനെ ദൂരീകരിക്കുക. ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധ ഖുർആൻ. യുസക്കീഹിം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യുതഹിറുഹും, അദ്ദേഹം അവരെ പരിശുദ്ധീകരിക്കും. ഇന്ന് മുഴു ലോകത്തും തസ്കിയ ചെയ്യുന്ന, പരിശുദ്ധീകരിക്കുന്ന ആരാണുള്ളത്? മനുഷ്യ ഹൃദയങ്ങളെ മാറ്റുന്ന ആരാണുള്ളത്? ഖലീഫത്തുൽ മസീഹ് അല്ലാതെ മറ്റാരാണുള്ളത്? ഹുദൂറിൻ്റെ ഖുത്ബകളല്ലാതെ, ഹുദൂർ തിരുമേനിയുടെ ഉപദേശങ്ങളല്ലാതെ. അപ്പോൾ ഇതാണ് അനുസരണം, ഇതാണ് അതിൻ്റെ രീതി. ആ അനുസരണയിൽ നിന്ന് ഫലമെടുക്കണം. അങ്ങനെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഹുദൂർ തിരുമേനിയുടെ ഒരു ദുആ ഉണ്ട് മസീഹ് ഇസ്ലാമിൻ്റെ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒന്ന് പറയുന്നു, അല്ലയോ ഇത് അള്ളാഹ് നിൻ്റെ കലാമാണ്, നീ തന്നെ ഇതെനിക്ക് പഠിപ്പിച്ചു തരിക എന്ന്. അപ്പോൾ ഈ ദുആ തന്നെ നമുക്കും ചെയ്യേണ്ടതാണ്. അള്ളാഹുവേ, ഇത് നിൻ്റെ ഖലീഫയാണ്, ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് തരിക, നമുക്ക് മനസ്സിലാക്കി തരിക, അതിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകുക. എൻ്റെ അടുത്ത ചോദ്യം നിയാസാബിനോടാണ്. ജമാഅത്തങ്ങൾക്ക് ഖിലാഫത്തുമായുള്ള സുദൃഢബന്ധം സ്ഥാപിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഖലീഫത്തുൽ മസീഹ് ഖിലാഫത്തുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഒന്നാമത്തെ ചുവടെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഖലീഫത്തുൽ മസീഹിനോടുള്ള സ്നേഹം സംജാതമാക്കുക എന്നുള്ളതാണ്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, ഒരാൾ വിശ്വാസിയാവുന്നില്ല ഏതുവരെ അക്കാത്തുന്ന വാലിദിഹി ഒരാൾക്കും വിശ്വാസിയാവാൻ സാധിക്കുന്നില്ല ഏതുവരെ ഞാൻ അവൻ്റെ പിതാവിനേക്കാളും അവൻ്റെ മകനേക്കാളും അവൻ്റെ പിതാവിനേക്കാളും ഞാൻ മറ്റുള്ളവരെക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാവുന്നത് വരെ. ഇത് തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ 10ാമത്തെ നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ളത്, ബയ്യത്ത് നിബന്ധനകളിൽ. അതിൽ ഹുസൂർ പറയുകയാണെങ്കിൽ ഈ വിനീതനുമായിട്ടുള്ള സഹോദര ബന്ധം അത് മറ്റെല്ലാ ബന്ധത്തെക്കാളും ഉപരിയായിട്ട് രീതിയിലാണ്. അതുകൊണ്ട് നാം കാലത്തിൻ്റെ ഖലീഫയോട് സ്നേഹിക്കുക. അത് ഭൗതിക ലോകത്തിൽ ആ സ്നേഹത്തിന് സമാനത ഇല്ലാത്തൊരു വിധം നമ്മൾ സ്നേഹിക്കണം. തിരുമേനി 2 വ്യക്തികൾക്കാണ് സലാം എത്തിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന് ഇമാം മഹദിയാണ്, ഒന്ന് ഹസ്രത്ത് ഉവൈസ് കർണിയാണ്. ഹസ്രത്ത് ഉവൈസ് കർണി റളിയല്ലാഹു നബി തിരുമേനി കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹൃദയപരമായ ബന്ധ അടിസ്ഥാനത്താൽ അത് എത്രമാത്രം അടുത്ത ബന്ധമായിരുന്നു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യമനിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് യമനിൽ നിന്ന് ദൈവത്തിൻ്റെ മണം അടിക്കുന്നുവെന്ന്. അതുകൊണ്ട് നാം ദുആ ചെയ്യണം, അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ കാലത്തിൻ്റെ ഖലീഫയോടുള്ള
ഹൃദയം നമ്മളിൽ കുടിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാം അതൊരു ഖലീഫത്തുൽ മസീഹ് ഒരു ഖൽബിയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കൂടുതലായിട്ട് നാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഖലീഫയെ, അതുപോലെ മഹദി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീഫ തന്നെയാണ്. ഫഇന്നഹു ഖലീഫത്തുല്ലാഹിൽ മഹദി. ഈ സമയത്ത് അള്ളാഹു ഖലീഫ നിശ്ചയിച്ചിട്ടുള്ള ഖലീഫ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിക്കുക, ഇത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അതിനാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഖലീഫ ഭക്തൻ്റെ സ്നേഹത്തിന് പാത്രമാകാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം ഇതാണ്, നാം ഹുസൂറിൻ്റെ സമക്ഷത്തിൽ ദുആക്ക് വേണ്ടി എഴുതേണ്ടതാണ്. കത്തെഴുതുന്നതാണ്. ഹുസൂർ തിരുമനസ് നിരന്തരം ഇതിലേക്ക് നമ്മെ ഉത്ബോധിപ്പിക്കാറുണ്ട്. ഹുസൂർ അൻവർ അല്ലാഹു ബിൻ അസീസിൻ്റെ തൻ്റെ മാതൃക, അദ്ദേഹത്തിൻ്റെ തന്നെ മാതൃക കാലത്തിൻ്റെ ഖലീഫയ്ക്ക് ലെറ്റർ എഴുതാറുണ്ടായിരുന്നു. ഹുസൂർ പറയുന്നു, ഖത്ത് അത് പകുതി കൂടിക്കാഴ്ചയാണ്. ചില ആളുകളുണ്ടാവും, അവർ പല വസ്വാസികൾ അവർ വിചാരിക്കാറുണ്ട് കാലത്തിൻ്റെ ഖലീഫ കത്തെഴുതുമ്പോൾ കാലത്തിൻ്റെ കത്തെഴുതുന്നത് കാരണം ഹുസൂറിൻ്റെ സമയം അത് പാഴായി പോകുമെന്നുള്ളത്. ഇതൊരു വസ്വസിയാണ്, ദുർബോധനമാണ്. ഹുസൂർ സ്വയം തന്നെ നമ്മെ അതിനെ പ്രേരിക്കും, എനിക്ക് കത്തെഴുതണമെന്ന് പറയുമ്പോൾ. പിന്നെ ഇങ്ങനെ ഒരു ദുശ്ചിന്ത വെച്ച് പുലർത്തുന്നത് അതിൽ യാതൊരു സ്ഥാനവുമില്ല. ഖാലിബിൻ്റെ ഒരു കവിതയുണ്ട്, ഹാഷിക്ക് തുമാരെ നാം കെ എന്നുള്ള, അതായത് ഖലീഫത്തുൽ മസീഹിൻ്റെ ആഷിക്ക് അവർ തീർച്ചയായും ഹുസൂറിന് കത്ത് എഴുതുന്നതായിരിക്കും. അത് പിന്നെ കത്തുകളിലേക്ക് കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ഹുസൂർ പറയുകയുണ്ടായി. അതിൽ ഒരു ജമാഅത്ത് അംഗം തൻ്റെ ഒരു നിർദ്ദേശം പറയുകയാണ്, അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കാരണം നമുക്ക് പേഴ്സണൽ ബന്ധം അതിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. ഹുസൂർ പറയുന്നു, അത് നിങ്ങളുടെ തജ്സിയയായിരിക്കാം, എൻ്റേതല്ല, നിരീക്ഷണമായിരിക്കാം. ഡിജിറ്റൽ കത്ത് അത് കത്ത് പണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അത് അടുത്ത നിമിഷം തന്നെ മറ്റുള്ളവർക്ക് എത്തുന്നു. ഹുസൂർ പറയുന്നു, അതിലെനിക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അയക്കുന്ന കത്തുകൾ, അതിൽ സ്നേഹനിർഭരമായ മറുപടി വരുന്നു. ഇതിൽ മുഖേന നമ്മുടെ ബന്ധം കൂടുതൽ സുദൃഢമായി തീരുകയാണ് ചെയ്യുന്നത്. എൻ്റെ അസസ്മെൻ്റ് അല്ല, അത് നിങ്ങളുടെ അസസ്മെൻ്റ് ആയിരിക്കും, ഇത് നിരീക്ഷണമായിരിക്കും. അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടോ അതിനെയും നമ്മൾ ഹുസൂറിന് കത്ത് എഴുതാനുള്ള മാർഗ്ഗമാക്കി തീർക്കേണ്ടതാണ്. ഇവിടെ ഖാദിയാനിൽ ഖുദാം അല്ലാമതിൻ്റെ വെബ്സൈറ്റ് khudam.in, അതിലും ലെറ്റർ ടു ഹുസൂറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇമെയിലുണ്ട്, മറ്റും പല മാർഗ്ഗങ്ങളുണ്ട്, അതും നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിദ് ബിൻ അസീസ് തൻ്റെ മാതൃക അദ്ദേഹം അന്നത്തെ കാലത്തിൻ്റെ ഖലീഫയ്ക്ക് എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ഹുസൂർ പറയുന്നു, ഞാൻ കത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കത്ത് വളരെ ചുരുങ്ങിയതായിരിക്കും. ഞാൻ എന്താണ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. ഹുസൂർ നമ്മോട് പറയാറുണ്ടായിരുന്നു, നമ്മളുടെ കത്ത് ഖലീഫയുടെ ദർബാറിൽ അതെങ്ങനെ എഴുതണമെന്ന് ഹുസൂർ പറഞ്ഞു. ഹുസൂർ നമ്മളോട് വീണ്ടും ഇതും പറയുന്നു. ഹുസൂർ നമ്മോട്, നിങ്ങൾ ആ കത്തിൽ നിങ്ങളുടെ ഫോട്ടോ വെക്കാവുന്ന ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ വീണ്ടും ഹുസൂറിൻ്റെ എഴുതുമ്പോൾ നമുക്ക് വേണ്ടി വേദനിക്കുന്ന ഒരു അസ്തിത്വം അല്ലാഹു നൽകുന്നത്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖലീഫയുടെ ദുആ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഹസ്രത്ത് ഉവൈസ് ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉവൈസ് ഖർനിനെ കാണുമ്പോൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന്. അതായത് ബുസുർഗുകൾ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ മഹാനായ വ്യക്തി അത് നമ്മുടെ ഖലീഫത്തുൽ മസീഹാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി ഉണർന്നുകൊണ്ടിരിക്കുന്നു, രാത്രി എഴുന്നേറ്റ് ദുആ ചെയ്യുന്നു. ആ ഒരു അസ്തിത്വം, ഇതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. പ്രേക്ഷകരെ, ഇതോടുകൂടിയിട്ട് നമ്മുടെ പരിപാടി അവസാനിക്കുന്നതാണ്. അവസാനത്തിൽ ഞാൻ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കുന്നതായിരിക്കുന്നു. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
ഖുദ്റത്തെ സാന, അതായത് ഖിലാഫത്തിനെ സംബന്ധിച്ച് പറയുന്നു, തീർച്ചയായും മനസ്സിലാക്കുക, ഇത് അള്ളാഹു നട്ടച്ചെടിയാണ്, ഇതിനൊരിക്കലും അള്ളാഹു പാഴാക്കുന്നതല്ല, അവൻ തൃപ്തനാവുന്നതല്ല ഏതുവരെ അവൻ അതിൻ്റെ പരിപൂർണതയോളം എത്തിക്കുന്നില്ലയോ. അവൻ ഇതിന് ജലസേചനം നടത്തുന്നതാണ്, അവൻ അതിനെ വലയം ചെയ്യുന്ന, അതിനെ സംരക്ഷിക്കുന്നതാണ്, അതിന് പുരോഗതി നൽകുന്നതാണ്. 5-ാം ആയതം റൂഹാൻ ഖസായൻ 5-ാം ആയതം പേജ് 66. ഇതോടുകൂടി ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയത്തെ തുടരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. लो तुम्हें तौर तसल्ली का बताया हमने, आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया